ഹലോ ഗൈസ്, ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയ പൊല്ലാപ്പാണ് പുതിയ വിഷയം ഗൈസ്. അശ്വിൻ ചെക്കന് ചിക്കൻ കറി കൊടുത്തില്ല, ചിക്കൻ വേണ്ടത്ര മുണുങ്ങാൻ കൊടുത്തില്ല എന്നതാണ് വിഷയം. സംഗതി അറിഞ്ഞിട്ടുണ്ടാവൂലേ? അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. അതായത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസി ഉണ്ടല്ലോ, ഓസി ചിക്കൻ കറി ഉണ്ടാക്കി. അവളൊരു വ്ളോഗ് ചെയ്തു അതിനെക്കുറിച്ച്. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓള് ആ ചിക്കൻ കറി എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സംഭവം അവളുടെ കെട്ടിയം പുറത്ത് അശ്വിൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചിക്കൻ കറി കൊടുത്ത് ബാക്കിയുള്ളവർ എല്ലാവരും എന്നല്ല, അവളുടെ അമ്മയൊക്കെ അവിടെ നിന്ന് മുണിങ്ങോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ചെക്കൻ അവിടെ ഉണ്ട്. ചെക്കൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒതുങ്ങിയ പോലുള്ള ഒരു മനുഷ്യനാണല്ലോ അശ്വിൻ. അപ്പോൾ ഓള് സംഗതി എന്താ വെച്ചാൽ, ഓന് ചിക്കൻ ആ വിളമ്പി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ തിന്നാൻ കിട്ടാത്ത വീടുകളിലെ അവസ്ഥയല്ലേ, അതുപോലെ ഇങ്ങനെ വലിയൊരു ഇഡ്ഡലി ചെമ്പ് പോലുള്ള ഒരു പാത്രത്തിലാട്ടോ ഒരു ചിക്കൻ കറി വെച്ചാറ്, വലിയ ബിരിയാണി ചെമ്പിൽ. ഞാൻ ആലോചിച്ചു, ഇത് എന്താ ദൈവം ഇത് ഇത്രയും സംഭവം, വലിയ ചെമ്പായി, നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഇവർ ആ ചിക്കൻ ഇങ്ങനെ വിളമ്പണത് ഞാൻ തപ്പി പിടിച്ചിട്ട് ഒരു കാലെടുത്തിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, മറ്റേ ഏത് സിനിമ, ജയസൂര്യ, അതേപോലെ കൊച്ചിൻ ഹനീഫ ഒക്കെ അല്ലേ, അരിശ്രേഷൊക്കെ അല്ലേ, ഇത്ര ചോക്കി ചോക്കരുതിട്ട പറഞ്ഞു പറഞ്ഞ ജെട്ടിയുടെ ഇതൊക്കെ കടിച്ചു വലിക്കണൊക്കെ അല്ലേ, എന്തോ അല്ല റബ്ബർ ബാൻഡ് പോലുള്ള ഒരു പച്ചക്കറി അതൊക്കെ പറയില്ലേ. ഏതാ സിനിമ, നരേന്ദ്രപ്രസാദൊക്കെ അതിലുണ്ട്, ഒരു ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിനിമ. ഗൈസ്, ആ സിനിമയുടെ പേര് ഓർമ്മ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, അതുപോലെ ഇനി ചോക്കിയിരുത്തിട്ട് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പീസ് ഒരു ചാറ് വിളമ്പി കൊടുക്കില്ല. അതുപോലെ ഒരു ചിക്കൻ്റെ ഒരു ഇത് എടുത്തിട്ട് എനിക്കത് ഓർമ്മ വന്നു കേട്ടോ, എടുത്തിട്ട് അവൻ്റെ പ്ലേയിലിട്ട് കൊടുക്കണം. അപ്പോൾ അവനിങ്ങനെ നോക്കണുണ്ട് പാവം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാറ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കറി ഇട്ട് കൊടുക്കും. ഇതാണ് സംഭവം. സംഗതി എന്താ വെച്ചാൽ, ഇതിൽ ആൾക്കാരായിട്ട് കയറി പിടിച്ചേർന്ന് കെട്ടിയവനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അമ്മ അപ്പുറത്തുനിന്ന് മുണുങ്ങുന്നുണ്ട്, നീ ഇഞ്ചി കഴിക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയവനല്ല അശ്വിന് നല്ലൊരു ജോലി ഉണ്ടായിട്ട് അവൻ്റെ വീട്ടിൽ പോകാണ്ട് ഇവിടെ താമസിക്കുമ്പോൾ, അച്ഛൻ വീട്ടിൽ താമസിക്കുമ്പോൾ വിലയില്ല. ഈ ഒരു സാധനമല്ലേ, നിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ നിനക്ക് വിലയില്ല, നിങ്ങളൊക്കെ വലിയ കാശുകാരി, അവൻ പാവപ്പെട്ടവൻ, പക്ഷെ അവൻ്റെ അച്ഛൻ അവനെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. ഒരു ഇൻ്റർവ്യൂവിൽ അവൻ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ റെസ്പെക്റ്റ് കൊടുക്കണില്ല, എൻ്റെ കെട്ടിയോനെങ്ങാനും ആവണമായിരുന്നു എന്നൊക്കെ. അതേപോലെ എൻ്റെ കെട്ടിയോന് നല്ല രീതിയിൽ കെയർ ചെയ്യണം, എന്തെങ്കിലും കാണിക്കണം, അവനൊരു വിലയില്ലാത്ത പോലെ പാവം ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് വിഷയം ഗൈസ്. അപ്പോൾ ഓസി അവളെന്താ ചെയ്തെന്ന് വെച്ചാൽ, അവളൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യമായി കേട്ടോ. സച്ച് ഡിസ്ഗസ്റ്റിംഗ് കമൻറ്റ്സ്, മോശം കമൻറ്റുകൾ എന്ന് പറയുന്നുണ്ട്. മൈ മദർ ട്രീറ്റ്സ് ഹിം ലൈക്ക് ഹെർ ഓൺ സൺ, സ്വന്തം മോനെ പോലെയാണ് എൻ്റെ അമ്മ അവനെ കാണണത്. ഹെൻസ് ടേക്സ് ദ ഫ്രീഡം ടു ടോക്ക് ടു ഹിം ലൈക്ക് ഷീ ടോക്സ് ടു അസ്, ഞങ്ങളോട് സംസാരിക്കണ പോലെയാണ് അമ്മ അവനോട് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വന്തം മകനെ പോലെ കരുതുന്നുണ്ട്. മൈ സിസ്റ്റർ അഹാന ഈസ് 2 years ഓൾഡർ ടു ഹിം, എൻ്റെ പെങ്ങളായിട്ടുള്ള അഹാന അവനേക്ക് 2 വയസ്സ് മൂത്തതാണ്. സോ ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് മൈ ഹസ്ബൻഡ് ഇറ്റ് ഡസൻറ്റ് മീൻ ഈച്ച് ടൈം മൈ മദർ സീസ് ഹിം ഷീ ഷുഡ് ഗെറ്റ് അപ്പ് ആൻഡ് ബോ ഡൗൺ ടു ഹിം ആൻഡ് ടച്ച് ഹിസ് ഫീറ്റ് ഫോർ ബ്ലെസ്സിങ്സ് ആസ് ഹിസ് മദർ ഡസൻറ്റ് ഡു ദാറ്റ് സീയിങ് മീ എയ്തർ. അതായത് അവനെ കാണുമ്പോൾ അവൻ്റെ കാല് പിടിക്കണം എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനെ കാണുമ്പോൾ അങ്ങനെ പിടിക്കണമെന്നില്ല, സ്വന്തം മക്കളോട് കാണിക്കണ പോലെ ചെയ്യണത്. മരുവെന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. ഐ അണ്ടർസ്റ്റാൻഡ് തിങ്ക് ബിഫോർ മേക്കിംഗ് സച്ച് ചീപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള ചീപ്പായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് യു ഓൾ വറി ഫോർ എനി വൺ ഹു ഈസ് നോട്ട് ഫ്രം മൈ ഫാമിലി ബട്ട് ദാറ്റ്സ് ജസ്റ്റ് അനദർ മോഡ് ഓഫ് സാഡിസ്റ്റിക് ബിഹേവിയർ. നിങ്ങൾ സാഡിസ്റ്റുകളാണ് എന്നർത്ഥം. എന്താ സാഡിസ്റ്റ് എന്ന് പറയാം, ഒരാളെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾ. ഈ കമൻറ്റ് ചെയ്യണവർ ഒക്കെ സാഡിസ്റ്റുകളാണെന്ന് പറഞ്ഞു. ആൻഡ് ടു ഓൾ ദ അതേഴ്സ് ഹു ഓൾവേസ് സ്റ്റേ പോസിറ്റീവ് വിത്ത് ദ കമൻറ്റ്സ്, ഐ ലുക്ക് ഫോർവേഡ് ടു യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്, ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. അതെന്താണ്, ഇതിൽ വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ് ഞങ്ങളുടെ മുത്തുമണികളിൽ നിന്ന്, അടുത്ത വ്ലോഗിൽ കാണാം എന്നാണ് പറയണത്. ഇതാണ് സംഭവം. അതിൽ 135 റിപ്ലൈസ് ആണ്. അത് നോക്കട്ടോ. വെരി ഇംഗ്ലീഷ് ലെറ്റർ നോക്കട്ടെ. ബേസിക് റെസ്പെക്റ്റ്, ഹസ്ബൻഡ് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക പഠിക്കിയത്. ഇങ്ങനെയൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അറ്റൻഷൻ കിട്ടണം, അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകം എന്ന്. ചിലപ്പോൾ റീച്ചിന് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന കളിയായിരിക്കുക ഗൈസ്. റീച്ച് വേണ്ടേ, എന്താ എത്രയൊക്കെ 526 എന്തോ കയറിയിരുന്നു. ചേച്ചി ബേബിയുടെ നെക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് എടുത്തൂടെ, നെക്ക് ഇഞ്ചുറി ഉണ്ടാകുമെന്ന്.
OC Talkies. Oh, Diya Krishna, we have understood by watching your vlog and we realized your mother's attitude towards Ashin. And please calm, dear, you don't worry. You want to hear all positive and negative comments because your life is open to public. So public have the right to comment. No need to worry. അടിപൊളി പോയിൻ്റ് അത്. ഇവർ പബ്ലിക്കായിട്ടാണ് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തത്. യൂട്യൂബ് വീഡിയോ അല്ലേ, ഇപ്പോൾ പബ്ലിക്കായിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യും. അതിന് നമ്മളിങ്ങനെ ചാടിയിട്ടും ചൊറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതുപോലെയൊക്കെ വ്ളോഗ് എടുത്ത് കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അതിന് നിങ്ങൾ തന്നെയല്ലേ അവസരം ഉണ്ടാക്കുന്നത്, എന്നിട്ട് പറയുന്നവർക്ക് മാത്രം കുറ്റം, അത് മോശമല്ലേ, എന്നിട്ട് ആളുകൾ നെഗറ്റീവ് പറയുന്നതാണെന്ന ഒരു കമൻറ്റും കൊള്ളാം. നിങ്ങളുടെ ഭർത്താവിന് അമ്മ കാല് തൊട്ട് വണങ്ങണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയോട് കുറച്ചുകൂടെ, അതും നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരോട് കുറച്ചുകൂടെ റെസ്പെക്റ്റ് ആയിട്ടും മാന്യമായിട്ടും ബിഹേവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മ. അവർ ഒരു മുതിർന്ന സ്ത്രീ അല്ലേ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന്. 510 ലൈക്കോട്ടെ കമൻറ്റിന്. പോസിറ്റീവ് കമൻറ്റ്സ് ആരാ ഇട്ടത്? ബേസിക് റെസ്പെക്റ്റ് കൊടുക്കുക. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. അതായത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ സിന്ധു പറയുന്നുണ്ട്, ഒരു അമ്മ പറയുന്നുണ്ട്, അമ്മായിമ്മ, അശ്വിൻ്റെ അമ്മായിമ്മ പറയുന്നുണ്ട്, കാല് ലെഗ് പീസ് നോക്ക്, അവനൊന്നും ലെഗ് പീസ് വേണ്ട എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആളുകൾക്ക് ചോറിനറിഞ്ഞു. അതായത് പല ആളുകൾ അവരെ പേഴ്സണലി കണക്ട് ചെയ്യണേ. സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ വരുന്ന പല കമൻറ്റുകളും ഇങ്ങനെയാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ വില കൂടിയ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, വില കുറഞ്ഞ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വില കൂടിയ മീൻ വറുത്ത് കൊടുത്തു, ഞങ്ങൾക്ക് വില കുറഞ്ഞ മീൻ വറുത്താണ് തന്നത് എന്ന്. പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടില്ല എന്നൊക്കെ. അതേപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് കുറവൊന്ന് മറ്റേ ഓളാണ് പാർവതിയല്ലേ പറഞ്ഞത്, ബാക്കിയുള്ളവർക്കൊക്കെ മീനിൻ്റെ നല്ല പീസ് കൊടുത്തു, ഞങ്ങൾക്ക് മീനിൻ്റെ വാലാണ് തന്നതെന്ന്. എനിക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഓർമ്മ വന്നു കേട്ടോ. എന്താണെന്നാവോ, എന്തായാലും ഇവർ നല്ല വ്യൂസാണ് വീഡിയോയിൽ. ദിയ സിറ്റുവേഷൻ എങ്കിൽ അശ്വിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരില്ല, അതല്ലാതെ റെസ്പെക്റ്റ് കണക്ക് പറഞ്ഞിരിക്കുമോ? എന്ത് ദിയനോട് അങ്ങനെ ചെയ്യണമെങ്കിൽ ദിയ വീട്ടിലിരിക്കുമെന്ന്. നോബഡി ഹിയർ ഈസ് ആസ്കിങ് ടു ബോ ഡൗൺ ആൻഡ് ടച്ച് ഹിസ് ഫീറ്റ്. ഇവിടെ കയ്യും കാര്യം പിടിക്കണമെന്ന് ആരും പറയണില്ല. ദർ നീഡ് ടു ബി ബേസിക് റെസ്പെക്റ്റ് ആൻഡ് ഡെക്കോറം മെയിൻറ്റെയിൻ ഗിവൺ ടു ഹിം. സെയിം ഷുഡ് ബി ഗിവൺ ടു യു വെൻ യു മീറ്റ് അറ്റ് ഹിസ് ഹൗസ്. അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിനക്കും അത് കിട്ടണ്ടേന്ന്. അങ്ങനെ ഒരു കാര്യം വെച്ചാൽ ഇത് അശ്വിൻ്റെ വീട്ടിൽ അശ്വിൻ്റെ വീട്ടുകാർ ഈ ദിയേനോടെ ചെയ്യണമെങ്കിൽ, അതാണ് വ്ളോഗ് ചെയ്തെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അമ്മോ, ഓൻ സ്ത്രീ വിരോധിയായിട്ടുണ്ടാവും, വീട്ടുകാർ ടോക്സിക് ആയിട്ടുണ്ടാവും അല്ലേ, ഇതൊക്കെ ആയിട്ടുണ്ടാവും കമൻറ്റിൽ. അപ്പോൾ ദിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്, തിരിച്ചായിരുന്നെങ്കിൽ അവസ്ഥ എന്താണ്? ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നിയെന്നാണ് കമൻറ്റിൽ പറഞ്ഞത്. ഹായ് ദിയ, ഇറ്റ് ഡസൻ മീൻ എവറി ടൈം യുവർ ഹസ്ബൻഡ് ടു ബോ ഡൗൺ ആൻഡ് ടച്ച് യുവർ മംസ് ഫീറ്റ്. ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദിസ് മീൻ ഇറ്റ്. ഓ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാല് പിടിക്കണ കാര്യം പറയുമ്പോൾ. ദിയ അശ്വിനോട് പറയണം, ദിയയുടെ ചേച്ചി അഹാനയ്ക്ക് ഒരു കുഞ്ഞുവാവയെ ഉണ്ടാക്കി കൊടുക്കാൻ. അഹാനയ്ക്ക് കുഞ്ഞെന്ന് വെച്ചാൽ ജീവനാണ്. ഇത് കേട്ടാൽ അശ്വിനും സന്തോഷമാവും. എന്ത്? ദിയ അശ്വിനോട് പറയണം ദിയയുടെ ചേച്ചിയായ അഹാനയ്ക്ക് ഒരു കുഞ്ഞുവാവയെ ഉണ്ടാക്കി കൊടുക്കാൻ. അഹാനയ്ക്ക് കുഞ്ഞ് എന്ന് വെച്ചാൽ ജീവനാണ്. ഇത് കേട്ടാൽ അശ്വിനും സന്തോഷമാവും. No, I am a male. I felt this always. In our home, we consider our brother-in-law respectfully. Our mothers never eats before they eats. ഓ, ഞങ്ങളുടെ വീട്ടിൽ മരുവും വന്നിട്ടുണ്ടെങ്കിൽ മരുവും കഴിക്കണതിന് മുമ്പ് അമ്മ കഴിക്കില്ല. ഇവിടെ ഇക്വാളിറ്റി അല്ലേ, അതൊക്കെ ഒരു ഇതാണ്. അതിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കണേ കൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് സംസാരിക്കേണ്ട അവരുടെ അനുഭവങ്ങളും വെച്ചിട്ട്. മൈ മം ഈറ്റ്സ് ഓൺലി ആഫ്റ്റർ വി ഈറ്റ്സ്. അതൊരു മരുന്നൊക്കണ പരിപാടി. എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മ കഴിക്കണത്. അതൊന്നും ശരിയില്ല. ഓർ ഷീ ഷുഡ് ഓൾസോ ആസ്ക് ഓർ ഇൻസിസ്റ്റ് അസ് ടു ഈറ്റ്. ഷീ വുഡ് ആസ്ക് ഓർ ഇൻസിസ്റ്റ് അസ് ടു ഈറ്റ്. അല്ലെങ്കിൽ ഞങ്ങളോട് കഴിക്കാൻ പറയുന്നത്. ഒരു പഴയ വ്ളോഗിൽ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ആരെയും നോക്കാറില്ല. അതൊക്കെ ഇഷ്ടമായി കമൻറ്റ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര അടുത്ത ആളായാലും അവരെ ആദ്യം കഴിക്കുക, അല്ലെങ്കിൽ എടുത്തു കൊടുത്തിട്ട് അവരുടെ മുന്നിൽ ഇരുന്ന് കഴിക്കുള്ളൂ. അതാണ് ബേസിക് മാനേഴ്സ്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ആരാ ചീപ്പ് എന്ന്. എന്നിട്ട് കമൻറ്റ് ഇടുന്നവർ നെഗറ്റീവ് പറയുന്നു എന്ന്. കൊള്ളാം, പോസിറ്റീവ് കമൻറ്റോ, ഇത് 90% നെഗറ്റീവാണെന്ന്. അങ്ങനെ കുറേ പേരുണ്ട്. മോളെ പോയി അമ്മേനെ ഫസ്റ്റ് ടേബിൾ മാനേഴ്സ്, ബേസിക് മാനേഴ്സ്, റെസ്പെക്റ്റ് ഒക്കെ പഠിപ്പിച്ചിട്ട് പോകാന്ന്. വേറൊരു കമൻറ്റ് കേട്ടോ. കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പിത്തരുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവൻ്റെ വീട്ടിലെ പഴങ്ങഞ്ഞി സ്വന്തം ഇഷ്ടത്തിൽ വിളമ്പി കഴിക്കുന്നത് നല്ലതെന്ന്. ഇതൊക്കെ അശ്വിൻ ഈ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചേക്കില്ലേ, ദൈവമേ ഇതൊക്കെ അല്ലേ. ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. ഇതാണ് ഭൂരിഭാഗം കമൻറ്റുകളികൾ പറയണത്. എളുപ്പില്ലാണ്ട് എന്തിനാണ് അവിടെ പോയി നിൽക്കണത്, ഇത് അച്ഛൻ വീട്ടിൽ എന്തിനാണ് നിൽക്കണത്, ഇതാണ് ആളുകളുടെ ഒരു കൺസേൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇതിൽ പലരും പറയുന്നുണ്ട് അവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരേ ഒരാൾ അശ്വിനാണ്, ബാക്കിയുള്ളവരതിലൊക്കെ കാശിട്ടതേ ഉള്ളൂ, ഇവൻ പണിയെടുത്താൽ ജീവിക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ പണിയെടുത്തിട്ടല്ലേ ജീവിക്കണത്. പക്ഷെ എന്താ ചെയ്യല്ലേ, ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലിക്ക് അത്ര സ്വഭാവം പുറത്തെടുത്തു. ആ മകൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നിയില്ല, പാവന്ന്. അതിൻ്റെ താഴെ പാവം തോന്നി. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അച്ഛനുമായി പാരൻസ് നല്ല ഇമ്പോർട്ടൻസ് കെയറൊക്കെ കൊടുക്കും, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അങ്ങനൊന്നുമില്ല, നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് കടക്കാവൂർ നാട്ടുകാരായതുകൊണ്ട്. ഇനി അശ്വിൻ്റെ കൂടെ ഉള്ള ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. ഇതൊക്കെ തമാശയാണ്, നമ്മൾ അവരുടെ കാര്യത്തിൽ നെഗറ്റീവ് പറയേണ്ട എന്ന് പറഞ്ഞത്. ദിയ സിന്ധു ഭയങ്കര ഓവർ, പറയാതിരിക്കാൻ വയ്യാന്ന്. വേറൊരു കമൻറ്റ് വന്നിട്ട് കേട്ടോ, വിഷ്ണുപ്രിയയുടെ കമൻറ്റാണ്. ടു മീ ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൺ സെർവിങ് മാൻ ഓർ മദർ ഇൻ ലോ സെർവിങ് സൺ ഇൻ ലോ, ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ. ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ. അതായത് ഇവിടെ എന്താ പറഞ്ഞറിയോ, ഇത് സ്ത്രീകൾ ആണുങ്ങൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യണമെന്നുള്ളതല്ല, അതേപോലെ അമ്മായിയമ്മ മരുമകനെ ഇങ്ങനെ സെർവ് ചെയ്യണമെന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് ഈ കമൻറ്റ് വിഷ്ണുപ്രിയ പറഞ്ഞിട്ടുള്ളത്. എക്സാക്ട്ലി എന്നതിൻ്റെ താഴെ റിപ്ലൈ എന്നത്. ഹൻസ് ചിക്കൻ കാലി കാണാതെ നടക്കുവാണ് സിന്ധു ചേച്ചിന്ന്. ഇവിടെ എന്താ പറയുക, ഇത് വേറൊരു കമൻറ്റ്. ഫുഡ്, ക്ലോത്ത്, മണി ഇതൊന്നല്ല ഇവിടെ ശ്രദ്ധിക്കുന്നത്, അതാരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഡീസൻസി അതേപോലെ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണെന്ന്. വൈഷ്ണവ് രക്ഷപ്പെട്ടു എന്നൊക്കെ വേറെ കമൻറ്റ്. വൈഷ്ണവ് ആദ്യത്തെ കാമുകല്ലേ. ഹൻസികയ്ക്ക് ഏജ് 19. സിന്ധു കൃഷ്ണയുടെ കാട്ടിക്കൂട്ടൽ കണ്ട LKG കിഡാണ് തോന്നുന്നു ഹൻസിക എന്ന്. ഞാൻ അതിൻ്റെ താഴെ ഈ കമൻറ്റ് അശ്വിന് വേണ്ടിയിട്ടുള്ളതാണ്. അശ്വിൻ, നിങ്ങളൊരു എൻജിനീയറാണ്, ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കും, ആർഭാടകരമായിട്ടല്ല, പക്ഷേ അന്തസ്സോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും നശിപ്പിക്കരുത്. ഇങ്ങനൊരു എൻവയോൺമെൻറ്റിൽ ജീവിച്ചിട്ട്. എങ്ങനെയുള്ള എൻവയോൺമെൻറ്റ്, ഇത് ഇംഗ്ലീഷായിട്ട് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയണേ. എങ്ങനൊരു എൻവയോൺമെൻറ്റിൽ ജീവിച്ചിട്ട് ട്രാപ്ഡായ പോലെ, ഡിസ്റെസ്പെക്റ്റഡായി തോന്നണ പോലെയെന്ന്. നിനക്ക് നിൻ്റേതായ വീടുണ്ട്, നിനക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഫാമിലി വ്ളോഗൊക്കെ ഇടാം, ഞങ്ങളതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ്, നിൻ്റെ ഫാമിലി വളരെ ഹമ്പിളാണ് എന്ന്, വളരെ കുലീനരാണ്, വിനയമുള്ളവരാണ്. ഓർക്കുക, മാരേജ് എപ്പോഴാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക, അതായത് മൂല്യങ്ങളും അതേപോലെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അലൈൻ ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് കാശും ഈ ഷോ ഓഫും ഡോമിനേറ്റ് ചെയ്യണ സമയത്തല്ലാന്ന്. മുൻപൊക്കെ നിൻ്റെ വൈഫ് നിൻ്റെ വീട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്നു, ഇപ്പം എന്താ മാറിയതെന്ന്. മാത്രമല്ല, നിൻ്റെ തന്നെ സ്ഥലത്തിൽ പോയി താമസിക്കുന്നതാണ് നിനക്ക് ഹെൽത്തി ആയിട്ടുള്ളത്. അവിടെ തന്നെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, എന്തല്ലാണ്ട് റദർ ദാൻ പുറത്തുള്ള ഫുഡും ഒക്കെ. സ്റ്റേയിങ് അറ്റ് എ വൈഫ്സ് ഹോം ഈസ് ഫൈൻ. അതായത് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നത് നല്ലതാണ്, എപ്പോൾ മാത്രം, അത് മ്യൂച്വലാണെങ്കിൽ മാത്രം. പക്ഷേ നിൻ്റെ വീട്ടിൽ അവർ താമസിക്കുന്നില്ലെങ്കിൽ നീ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? ഇവിടെ ഹെയ്റ്റും ഒന്നുമില്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ശരിയാണ്, ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ തീർത്ത് വിളിക്കാനൊന്നും പറ്റൂല അല്ലേ. 7 മറുപടിയാണ് അതിനുള്ളത്. ഇതാരും നോർമലി കല്യാണം കഴിച്ച് ചെക്കന്മാരുടെ വീട്ടിൽ പോയിരിക്കുന്ന പെങ്ങളോട് ചോദിച്ചിട്ടില്ല. വൈ എന്തൊക്കെ പറയണം. ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളോടും ചോദിക്കും, വൈ നോട്ട്, ദർ വാസ് എ ടൈം വെൻ വിമൻ ടോളറേറ്റഡ് ഡിസ്റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോവുകയോ അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയോ ചെയ്യരുത്. അത് സ്വന്തം വീടായാലും പണം, സൗന്ദര്യം, ഫെയിം എന്തിൻ്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണെന്ന രീതിയിൽ ആരെയും കാണരുത്. ചെറുതായാലും അവനവൻ്റെ വീട്ടിൽ താമസിക്കുക, അത് ഏത് ഫാമിലി ആയാലും. ഞാൻ ഒരു കാര്യം വിട്ട കേസ്, ഇവരൊരുപക്ഷെ ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ പ്ലാൻ ചെയ്തതാണെങ്കിലോ, അങ്ങനെ സാധ്യത ഉണ്ട് അല്ലേ. വ്യൂസ് മുഖ്യം ദിക്കില്ലേ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, അവരൊരു ഫാമിലി വ്ളോഗ് ചെയ്തു, ചിക്കൻ കറി ഉണ്ടാക്കണം, ചിക്കൻ കറി വിളമ്പിയിട്ട് കഴിക്കണം, ഇതൊക്കെ അത് അവർക്ക് അവരുടേതായ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കാശുള്ള ആൾക്കാരും ഒക്കെയാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും അല്ല, അവരുടെ ഒരു വൈബ് മനസ്സിലാവണമെന്നില്ല. പിന്നെ എന്ത് ചെയ്താലും വിവാദത്തിലൊക്കെ ആവാം. പിന്നെ ഈ സാധാരണക്കാരാണ് കൂടുതൽ ഇവർ വീഡിയോസ് കാണുന്നത്. അവർ ഒരു സംഗതി തുടങ്ങിയപ്പോൾ, സാരിയുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, എലീറ്റായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത്. അവർ തെറ്റു പറയാൻ പറ്റില്ല, അവരുടെ മാർക്കറ്റ് അങ്ങനെയാണ്.
അപ്പോൾ സാധാരണക്കാർ അപ്പം തന്നെ കുറേ ഇത് പറയുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യണില്ല അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ സാധാരണക്കാർ പക്ഷേ നിങ്ങൾ സാരി എടുക്കണതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതേ ഒരു സാധനം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അശ്വിൻ്റെ ഭാഗത്ത് നിൽക്കും. ക്രൗഡ് സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ആൾക്കാരെ കുറ്റം പറയാനും പറ്റില്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. അത് സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യം പറയണ പോലെ ഓൺലൈൻ നിങ്ങൾ എടുക്കണ്ടായിരിക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണത് ഞാൻ മുഖം പോലും കഴുകാണ്ട്, എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് മുഖം പോലും കഴുകാണ്ട് ഞാൻ വീഡിയോ ചെയ്യണത്. അതായത് എനിക്കിന്നൊരു വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ഏത് കണ്ടൻറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു സാധനം മുന്നിൽ കാണുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് വീഡിയോ ചെയ്ത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വേറെ വീഡിയോസൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കത് കണ്ടപ്പോൾ ഓൻ്റെ ഇരുത്ത കണ്ടപ്പോൾ പാവം തോന്നി. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി. ഞാൻ ഓനെയാണ് അവിടെ ശ്രദ്ധിച്ച്, ബാക്കിയുള്ളവരെ ആരെയല്ല. എന്ന് കരുതി ബാക്കിയുള്ളവരെ മൊത്തം തെറി വിളിച്ചിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അവൻ പാവം ഒരു ഷൈയായി ഒരുത്തൻ, ഞാനൊക്കെയാണോ അവൻ്റെ സ്ഥാനത്ത് എന്നാണെങ്കിൽ എന്ത് തേങ്ങ നിങ്ങൾ കാണിക്കണത്? കുറച്ച് ചിക്കൻ ഉണ്ട് നീ പറഞ്ഞിട്ട് അവളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ വിളമ്പി തിന്നിട്ടുണ്ടായിരിക്കും. ഇക്കെന്ത് ഉളുപ്പ് വെച്ചാറിന് അത് അവരാ വീഡിയോ കൊളായാലും കുഴപ്പമില്ല, ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പം നെവിനൊക്കെ ബിഗ് ബോസിൽ കാണിക്കണില്ലേ, അവരെന്തൊക്കെ കാണിക്കണവിടെ, അത് ആൾക്കാർ എന്ത് ചെയ്യും നോക്കേണ്ട കാര്യമില്ല. അത് വീടല്ലേ, ബിഗ് ബോസ് ഹൗസ് പറഞ്ഞാൽ അവരെല്ലാവരും വീട് പോലെയാണ് അവിടെ, അവരെല്ലാം ഇവിടുത്തെ കണ്ടസ്റ്റൻസ്. അതേപോലെ ഇവർ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുമ്പോൾ ഇവൻ മരുമകനാണോ മകനാണോ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവൻ മറ്റോള് പറഞ്ഞില്ലേ മക്കളെ പോലെയാണ് എല്ലാവരും, മകനെ പോലെയാണ് അവനെ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അവനത് വരുത്തുന്നോടെ. ഞാനൊക്കെ ഒരു പീസ് ഈ പിച്ചതരം കാണിക്കാൻ വരി ഞോണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 3-4 പീസ് എടുത്തിട്ട് പോകും. കാരണം ഇഷ്ടം പോലെ ചിക്കനാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത്. എന്തപ്പോൾ ഇത് പറഞ്ഞ സംഗതി മനസ്സിലാവുണ്ടോ? അതിപ്പോൾ അങ്ങനെ എങ്ങാനും ഇപ്പോൾ അശ്വിൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ? ഇപ്പം എന്താ ചിക്കൻ കാണാണ്ട് കിടക്കുകയാണോ ചോദിക്കുക ആൾക്കാർ ഇല്ലേ? കണ്ട ചെക്കന് ചിക്കനൊന്നും കിട്ടാണ്ട് ആർത്തി എന്ന് പറയും ആൾക്കാർ ഇല്ലേ? ഇവിടെ എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് നെഗറ്റീവൊക്കെ വരും ഗൈസ്. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയെ തല്ലിയാൽ 2 പക്ഷം പറയണമല്ലോ. അപ്പം ഞാൻ ഇവിടെ അവൻ്റെ ഇരുത്ത കണ്ടപ്പോൾ പാവം തോന്നി, അതാണ് വിഷയം. എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർ മോശക്കാരാണെന്ന് പറയാനൊന്നും പറ്റൂല. പാവം തോന്നി. അവൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ അവൻ എന്തുണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെങ്ങായി എന്തെങ്കിലും തിന്നാൻ വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് എന്തിനാണ് ഒരാൾക്കൂടി വെയിറ്റ് ചെയ്യുന്നത്? എടുത്ത് തിന്നട ചെങ്ങായി അത്. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ അവൻ്റെ വീട്ടിൽ താമസിച്ചുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ല. എനിക്ക് അത് ആൾക്കാർ പല രീതിയിൽ പ്രതികരിക്കും, ആൾക്കാരെ കുറ്റം പറയാനും പറ്റൂല. എന്തായാലും എൻ്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് 2 ഇടത്തിയമ്മമാരുള്ളത്. അപ്പോൾ അവർ ഫുഡ് ഒക്കെ വിളമ്പി തരുന്ന സമയത്തും അല്ലെങ്കിൽ അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ വിളമ്പി തരുന്ന സമയത്തും ഞാൻ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും പരസ്പരം വിളമ്പി കൊടുക്കുക. എല്ലാവരും ഫുഡ് കുക്ക് ചെയ്യുകയും ഒക്കെ പറ്റണ പോലെയൊക്കെ അതും ഇതൊക്കെ ചെയ്യും. ചിലതൊക്കെ കൊളാവും, ചിലതൊക്കെ ശരിയാവും. ഒരു വീടാകുമ്പോൾ അങ്ങോട്ട് ചെറിയ ചെറിയ കച്ചറകൾ അതും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരണത് ഒരു കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യണത് ചിലപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പുറത്തുനിന്ന് കാണുന്നവർക്കായിരിക്കും പ്രശ്നം. ഇപ്പോൾ വേറെ ചിലവർക്ക് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളെ കുടുംബത്തിൽ വീട്ടിലേക്കൊക്കെ വരുന്നവർ പറയും എന്താ ഈ ചെക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവളെന്താ ഇങ്ങനെ ചെയ്യണത്, അവിടെ ഇരുത്തം കണ്ടില്ല, അവിടെ നൃത്തം കണ്ടില്ല, അവിടെ വിളമ്പണത് കണ്ടില്ലേ, അവൾക്ക് വിളമ്പി തരണം തന്നെ ഇല്ല അല്ലേ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് അവരുടെ ചിന്ത വെച്ചിട്ട് അപ്പോഴത്തെ ഒരു മൂഡിനനുസരിച്ചും അവർ ഒക്കെ ആയിരിക്കും, അവരുടെ ആകുലതകൾ വെച്ചിട്ടും ഒക്കെ ആയിരിക്കും, ഫ്രസ്ട്രേഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ കമൻറ്റുകളൊന്നും ബാഡ് കമൻറ്റ് ഒന്നും വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞിരിക്കും അശ്വിനൊപ്പം.